ഇന്ന് നമ്മൾ എന്താ പരിപാടി? വെഡിങ് ആൽബം. എന്തുവാ ആൽബം? അപ്പം നമുക്കിന്ന് വെഡിങ് ആൽബം കാണാം. ഇതാണ് ഞങ്ങളുടെ വെഡിങ് ആൽബം. 11/2/2017 ഞങ്ങളുടെ വെഡിങ് എന്നായിരുന്നു. ഇത് നമ്മുടെ ഇവിടുത്തെ ആൽബമാണ്, എൻ്റെ വീട്ടിലെയാണ്. അപ്പം ഇതിൽ കൂടുതലായിട്ടും എൻ്റെ വീട്ടിലുള്ളവരെ കാണത്തുള്ളൂ. ചേട്ടൻ്റെ വീട്ടിൽ വേറെയാണ്. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം നമ്മളിങ്ങനെ ആൽബം തുറന്നു. ഫസ്റ്റ് നമ്മുടെ വെഡ്ഡിങ് ഫുൾ ഫോട്ടോയാണ്. എൻ്റെ പഴയ ഫോട്ടോ ഒരു 7 വർഷം മുന്നേ ഉള്ള താട്ടോ. നിങ്ങളുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞിട്ട് 7 വർഷം കഴിയുന്നു. ഇതാരാ? അനീഷോ? അതാരാ നിൻ്റെത്? അച്ഛനാണല്ലേ. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, അനീഷ് എന്നാണ് പേര് കേട്ടോ ആളുടെ. കല്ലുവിൻ്റെ അച്ഛനാ. മേക്കപ്പ് സെറമണി. മേക്കപ്പൊക്കെ ചെയ്തത് നമ്മൾ മേക്കപ്പൊക്കെ ചെയ്തിട്ടായിരുന്നു പോയത്. ഇത് നമ്മൾ അമ്പലത്തിൽ ചെന്നപ്പോൾ ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് റെഡിയാക്കാനുള്ള പരിപാടിയാണ്. ഇതെൻ്റെ അമ്മയാണ്. അമ്മേനെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇതെൻ്റെ അമ്മ. അല്ല, അമ്മയും ഞാനും. ഇതിലെല്ലാവരും ഉണ്ട്. ഇതമ്മയുടെ ചേച്ചിയാണ്, രണ്ടാമത്തെ ചേച്ചിയാണ്. ചേച്ചിയുടെ മോളുടെ അമ്മായിയമ്മയാണിത്. ഇത് അമ്മയുടെ മൂത്ത ചേച്ചിയുടെ മോളും അവിടുത്തെ അമ്മായിയമ്മയാണത്. ഇതാണ് മുമ്പേ കണ്ട അമ്മയുടെ രണ്ടാമത്തെ ചേച്ചിയുടെ മോള്. ഇതൊക്കെ എനിക്ക് ആരും പറഞ്ഞറിയത്തില്ല. ഇന്ന ആളെന്ന് പറയാൻ അറിയത്തില്ല. എല്ലാം നമ്മുടെ ബന്ധുക്കാർ തന്നെയാണ്. അതേ അറിയത്തില്ല. നമ്മുടെ ഒരു കുഞ്ഞമ്മ. ഇത് നമ്മുടെ ഒരു കുഞ്ഞമ്മ. ഇത് അമ്മയുടെ മൂത്ത ചേട്ടനാണ്, വല്യമാമനാണ് എൻ്റെ. വല്യമാമൻ്റെ വൈഫ്. ഇത് നമ്മുടെ മൂത്ത ചേച്ചിയുടെ ഭർത്താവ്. ഇത് രണ്ടും കുഞ്ഞമ്മമാരുടെ ഹസ്ബൻഡാണ്. രണ്ട് കുഞ്ഞമ്മമാരുടെ ഹസ്ബൻഡ്. അതൊക്കെ രണ്ടുപേരും. ഇത് അമ്മയുടെ ആങ്ങളെയാണ്. ഇതമ്മയുടെ മൂത്ത ചേച്ചി. ഇത് മാമൻ്റെ വൈഫ്. അത് മാമന്, കല്ലുൻ്റെ ഏറ്റവും ഫേവറേറ്റ് മാമനാണത്. അതുപോലെ സുരേഷ് മാമനത്. ഇത് ചെറുക്കനെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നത് കേട്ടോ എല്ലാവരും. എൻ്റെ അണ്ണന്മാരും ഒക്കെ ഉണ്ട്. അതാണ് അച്ഛനെ വരുന്നതാണ്, സ്വീകരിക്കാൻ നിൽക്കുന്ന അവർ. ഇത് ചേട്ടൻ്റെ അമ്മയാണ്. ഇതമ്മ. പിന്നെ ഇത് അമ്മയുടെ അനിയത്തിയുണ്ട്. എവിടെയോ നിൽപ്പുണ്ട് അനിയത്തിയുടെ മോള്. ഇത് അനിയത്തിയുടെ ഇത് നിൽക്കുന്നത്. ഇത് അനിയത്തിയുടെ മോന്.
ഓക്കെ, ഇതെൻ്റെ അണ്ണനാണ്, രണ്ടാമത്തെ ചേച്ചിയുടെ മോന്. ഇത് മൂത്ത ചേച്ചിയുടെ മകന്. അവർ 6 പേരാട്ടോ. ഇത് മാമൻ്റെ മോന്, അമ്മയുടെ അനിയൻ്റെ മോന് ഒക്കെയാണ്. അതെ, അവരെല്ലാവരും ഉള്ളതുകൊണ്ട് സ്വീകരണമൊക്കെ കഴിഞ്ഞ് സ്വീകരിച്ച് ഇതാണ് ആങ്ങളമാർ. പിന്നെ ഇതെൻ്റെ ഇളയതാട്ടോ, മാമൻ്റെ മോനാണ്. ഇത് കുഞ്ഞമ്മയുടെ അമ്മയുടെ ചേട്ടൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാണത്. ഇത് അവിടുത്തെ അച്ഛൻ്റെ അനിയൻ്റെ മകളാണ്. ഇതും അവരുടെ വീട്ടിൽ അനിയനുണ്ട്, ചേച്ചിയുടെ അനിയൻ്റെ വൈഫാണിത്. അങ്ങനെ കല്യാണം കൂടാൻ എല്ലാവരും റെഡിയായിട്ടിരിക്കുന്നു. കല്യാണ സമയം നോക്കിയിരിക്കുന്നതൊക്കെ നമ്മുടെ അവിടെ അടൂരുള്ള അയൽവാസികളാണ്. ഇതൊക്കെ നെയ്ബേഴ്സാണ്, അവിടെ എല്ലാം അവിടെ ഉള്ളവരാണ് ഇതൊക്കെ. അച്ഛൻ പന്തൽ കയറുന്നതും പിന്നെ വരുന്നതും ഇതാണ് അവിടുത്തെ അച്ഛൻ്റെ അനിയനാണത്. ഇത് അച്ഛൻ്റെ അമ്മയാണത്. അങ്ങനെ ദക്ഷിണ കൊടുക്കുന്നു, കല്യാണത്തിന് മുന്നേ ദക്ഷിണ കൊടുക്കുന്നു, അങ്ങനെയുള്ള പരിപാടികൾ. അങ്ങനെ കല്യാണം മാലയിടലൊക്കെ കഴിഞ്ഞ് കല്യാണം, അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. കണ്ടോ, കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനി ഇത് ഫോട്ടോയാട്ടോ. കല്യാണത്തിന് മുന്നേ ഉള്ളൊരു ഫോട്ടോയാന്ന് തോന്നുന്നത്. കല്യാണം തന്നെ ഇവിടം വരെയൊക്കെ ആയി ഏകദേശം. പക്ഷെ ഇത്ര ഫോട്ടോ ഉണ്ടെങ്കിലും നമുക്ക് കല്യാണം നടക്കുമ്പം എന്താ നടക്കുന്നത് എന്ന് ഒരു ഐഡിയയും കാണത്തില്ല. എന്തൊക്കെയോ നടന്ന് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, നമ്മൾ ചെയ്യുന്നു, അങ്ങനെയുള്ള പരിപാടികളൊക്കെ. ഒന്നും ഓർമ്മയില്ല എന്താ നടന്നതെന്ന്. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വീഡിയോസും ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലെന്നാ ഇതൊക്കെ നടന്നായിരുന്നു. ഇത് കല്യാണമൊക്കെ കഴിഞ്ഞുള്ള ഫോട്ടോ. ഇത് എൻ്റെ വല്യച്ഛനാണ്, ഇത് അച്ഛൻ്റെ ചേട്ടനാണ്. ചേട്ടനല്ല, അച്ഛൻ്റെ അനിയന്. സെൽഫി ടൈമാണ്. അണ്ണനെന്തോ ആ ഒരു ഗ്യാപ്പിൽ അണ്ണൻ വന്നൊരു സെൽഫി എടുത്തിട്ട് പോയിട്ടുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇത് പിന്നെ അവിടെയുള്ള അവിടെ നിന്ന് വന്ന ആൾക്കാരാണ് അതൊക്കെ. ഒരു നമ്മുടെ കരയോഗത്തിലെ ആൾക്കാരാണ് അവരൊക്കെ. കല്യാണം കഴിഞ്ഞിട്ടുള്ള പിക്സാണ്. ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. ഫുഡ് കഴിക്കുന്നു, സദ്യ കഴിക്കുന്നതാണ്. ചേട്ടൻ എപ്പോഴും പറയും ഫുഡ് കഴിക്കാൻ നോക്കിയിട്ട് ഒന്നും കഴിച്ചിട്ടില്ല എന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് സദ്യ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഇച്ചിരിയേ സ്വല്പം കണ്ട് കഴിച്ചിട്ടുള്ളൂ, സ്വല്പം അങ്ങാണ്ടേ കഴിച്ചിട്ടുള്ളൂ. കാരണം സമയമില്ലായിരുന്നു. സമയമില്ലാത്തത് കൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന, അമ്പലത്തിൽ നമ്മൾ സൈനൊക്കെ രജിസ്റ്റർ ചെയ്ത്
നമ്മൾ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങിയത്. ഞാൻ കരഞ്ഞില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നേരത്ത് ഞാൻ കരഞ്ഞില്ല. ചേട്ടൻ എന്നോട് ചോദിക്കുക എന്താ കരയാഞ്ഞെന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ കരഞ്ഞില്ല. എന്താണെന്നറിയത്തില്ല, ഞാൻ ഹോസ്റ്റലിലൊക്കെ നിന്നത് കൊണ്ട് എനിക്കങ്ങനൊരു ഫീലില്ലായിരുന്നു. കരയണം എന്നൊരിത് നമുക്കില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞു, നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വെഡ്ഡിങ് ആൽബം. കഴിഞ്ഞല്ലോ, തീർന്നു, ഫിനിഷ്.